താടി വടിച്ച് അതീവ സുന്ദരനായി മോഹൻലാൽ. ഒരുപാട് ആരാധകരുടെ കാത്തിരിപ്പായിരുന്നു, ആഗ്രഹമായിരുന്നു മോഹൻലാൽ ഒന്ന് താടി വടിച്ച് കാണണം എന്നുള്ളത്. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പുതിയ ചിത്രത്തിന് വേണ്ടിയിട്ടാണ് പുതിയ ലുക്ക്. കുറേ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടായി. മോഹൻലാൽ പ്രത്യേകിച്ചും സുഡാപ്പികളായിരുന്നു പ്രധാനമായിട്ടും വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതായത് മോഹൻലാൽ എല്ലാ സിനിമകളിലും അഭിനയിക്കുമ്പം താടിയോട് കൂടിയിട്ടാണ് അഭിനയിക്കുന്നത്. ഈ താടി എപ്പോഴെങ്കിലും പുള്ളി വടിക്കുമോ എന്നാണ് എല്ലാവരും ചോദിച്ചിരുന്നത്. ഇപ്പോൾ അത് എന്താണ് അത് സംഭവിച്ചിരിക്കുകയാണ്. ഹൃദയപൂർവ്വം അതാണ് പുതിയ സിനിമയുടെ പേര്. സത്യൻ അന്തിക്കാടിൻ്റെ സിനിമ. ഒരുപാട് കാലത്തിന് ശേഷം സത്യൻ അന്തിക്കാടും മോഹൻലാലും കൂടെ ഒരുമിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും കൂടിയുണ്ട്. കാരണം സത്യൻ അന്തിക്കാടിൻ്റെ പല സിനിമകളും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പല സിനിമകളും ഉണ്ട്. അപ്പം സത്യൻ അന്തിക്കാടിൻ്റെ ഇപ്പം മോഹൻലാലുമായിട്ട് എനിക്ക് തോന്നുന്നു സത്യൻ അന്തിക്കാടിൻ്റെ അവസാനമായി ഇറങ്ങിയ സിനിമ ഷീലയൊക്കെ ബന്ധപ്പെട്ട് ആ സിനിമയല്ലേ? മോഹൻലാലുമായിട്ടുള്ളത് അതല്ല, എന്നും എപ്പോഴുമാണ് മഞ്ജു വാര്യർ സിനിമ. ഓക്കെ. അപ്പോൾ ആ സിനിമയൊക്കെ ആ സിനിമ പോലും എന്താണ് വളരെ മനോഹരമായ ഒരു അതെ നമുക്ക് തരുന്ന ഒരു സിനിമയാണ്. മോഹൻലാലിൻ്റെ കുറേ അഭിനയ സാധ്യതകളെ കണ്ടെത്തി മുന്നോട്ട് വെക്കുന്ന ആളാണ് സത്യൻ അന്തിക്കാട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഖിൽ സത്യനും അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് വരുന്ന ആളാണ്. ഇപ്പം തിരുവനന്തപുരത്ത് ആ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരുവനന്തപുരത്തും എനിക്ക് തോന്നുന്നു തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെ ആയിട്ടാണ് അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ലാലേട്ടൻ ഇപ്പോൾ താടി എടുത്തിരിക്കുന്നത്. താടി കംപ്ലീറ്റ് വടിക്കുകയല്ല ചെയ്തത്, മൊത്തമായിട്ട് ഡ്രിം ചെയ്തു. ഇവിടെ വലിയ മാറ്റമാണ്. കാരണം ഇത് ചില ആളുകൾക്കുള്ള മറുപടി കൂടിയാണ്. കാരണം ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഇനി താടിയേ വടിക്കാൻ പോകുന്നില്ല, ഇനി അങ്ങേർക്ക് താടി വടിക്കാനേ പറ്റത്തില്ല, ഇനിയൊരു തിരിച്ചുവരവില്ല എന്നൊക്കെയായിരുന്നു. സത്യത്തിൽ ഒടിയൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എടുത്ത മോഹൻലാലിൻ്റെ ഈ മുഖത്തിൻ്റെ മസിൽസ് കുറച്ച് കട്ടിയായി പോവുകയും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. അവിടെയും നമ്മൾ കാണേണ്ടത് എന്താ? ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അവിടെയും കണ്ടത്. കാരണം ബോട്ടോക്സ് ഇഞ്ചക്ഷൻ്റെ ഒരു ബുദ്ധിമുട്ടുകളെ മറികടന്നുകൊണ്ട് ആ കുറച്ചും കൂടെ ചെറുപ്പമാകാൻ, ഇത് ആ സിനിമയ്ക്ക് വേണ്ടി ചെറുപ്പമാകാൻ വേണ്ടിയാണ്. മനസ്സിലാക്കണം, മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യന് ചെറുപ്പമാകാൻ വേണ്ടിയായിട്ടില്ല, മുഖം കുറച്ചും കൂടെ ചെറുപ്പമാക്കി കാണിക്കാനുള്ള ഒരു സംവിധായകൻ്റെ ഒരു നിർബന്ധവും കാരണവും ഒക്കെ ആയിരുന്നു അദ്ദേഹം ബോട്ടോക്സ് ഇഞ്ചക്ഷനുമായി ബന്ധപ്പെട്ട ചികിത്സ എടുത്തത്. അവിടെ ഈ ബോട്ടോക്സ് ചില ആളുകൾക്ക് അത് അലർജിക് ആയിരിക്കും, ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും, അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഭീകരമായിരിക്കും. എല്ലാ ഇംഗ്ലീഷ് മരുന്നുകൾക്കും എല്ലാ മെഡിസിൻസും സൈഡ് എഫക്റ്റുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയായിരുന്നു അത്. അവിടെ നിന്ന് ഇങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിന് നേരിട്ടൊരു രീതിയുണ്ട്. കാരണം ആ താടി വെച്ചുകൊണ്ട് തന്നെ ലാലേട്ടൻ ബാക്കി സിനിമകളിലൊക്കെ അഭിനയിച്ചു. കുറച്ച് സിനിമകളിലൊക്കെ അതിൻ്റെ ചില പാളിച്ചകൾ നമുക്ക് കാണാനും കഴിയും. ഇപ്പോൾ ആറാട്ട് പോലുള്ള സിനിമകളിലൊക്കെ പാളിച്ചകൾ കാണാൻ കഴിയും. പക്ഷേ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഇപ്പോൾ അടുത്ത് ഇറങ്ങിയ ആ വക്കീലായിട്ടുള്ള സിനിമയുണ്ടല്ലോ, അഡ്വക്കേറ്റ് ആയിട്ടുള്ള നേര് സിനിമ മുതൽ ലാലേട്ടൻ്റെ മുഖഭാവങ്ങൾ തിരിച്ച് വളരെ സ്ട്രോങ് ആയി വരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്ത. ലാലേട്ടൻ എപ്പോഴും എവിടെയെങ്കിലും ആയുർവേദ ചികിത്സക്കൊക്കെ പോകുന്നുണ്ടോ? മുഖം എക്സസൈസുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ എന്തോ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ലാലേട്ടൻ എപ്പോഴും ആയുർവേദ ചികിത്സ ചെയ്യുന്ന ആളാണ്, വർഷാവർഷം ചികിത്സ ചെയ്യാറുണ്ട്. പാലക്കാട് ഒരു മനയിൽ നിന്ന് അദ്ദേഹം ട്രീറ്റ്മെന്റ് എടുക്കാറുള്ള ആളാണ്. ഇപ്പം ഈ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഈ മുഖത്തിന്റെ ഈ ബോട്ടോക്സുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പുറത്തും അദ്ദേഹം ആയുർവേദ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകളും നാച്ചുറോപ്പതി ആയുർവേദം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു മനുഷ്യനും കൂടിയാണ്. കറക്റ്റായിട്ട് ജിമ്മ് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഈ താടി എടുത്തതിന് ശേഷം താടി എടുക്കില്ല, ഇനി അദ്ദേഹത്തിൻ്റെ ഭാവങ്ങൾ തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞ മനുഷ്യർക്കുള്ള ഒരുറച്ച മറുപടിയാണ് ഇന്നലെ നമ്മൾ ആ താടിയെടുത്തപ്പോൾ കണ്ടത്. താടിയെടുത്ത മോഹൻലാലിനെ മലയാളികൾ ഒരു സ്വീകരണമുണ്ട്. സോഷ്യൽ മീഡിയ കത്തി ഇന്നലെ, ശ്രദ്ധിച്ചോ? അത് സോഷ്യൽ മീഡിയ കത്തി അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ലാലേട്ടന്റെ ഒരു ചിത്രത്തിന് പോലും ആളുകൾ എന്നുള്ളതാണ്. കാരണം മോഹൻലാലിന്റെ ഏറ്റവും വലിയൊരു മികവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖം തന്നെയാണ്. ആ മുഖം കുറേ കാലമായിട്ട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആ ഒരു പോസിബിലിറ്റി, മുഖം കൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അത്തരം സാധനങ്ങളും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കുറച്ച് കാലം എന്ന് പറയുന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ താടി വെച്ചുകൊണ്ട് അദ്ദേഹം പല ക്യാരക്ടേഴ്സും അവതരിപ്പിക്കാൻ തുനിയുകയും ചെയ്തത്. അത് അങ്ങനെ തന്നെയാണ്. അത് നമ്മളിപ്പം മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇപ്പം അദ്ദേഹം സത്യൻ അന്തിക്കാട് എന്ന് പറയുന്നത് മോഹൻലാലിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. അദ്ദേഹം തന്നെ പല സ്ഥലങ്ങളിൽ അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു ഡയറക്ടറിൻ്റെ കൂടെ അഖിൽ സത്യൻ, അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. പിന്നെ അതിന് തിരക്കഥ ഒരുക്കുന്നത് ഏതോ ഒരു പുതിയൊരു
ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകനാണ്. ഒരുപാട് അവാർഡൊക്കെ നേടിയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം ചെയ്ത ഒരാളാണ്. അയാളാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തിരക്കഥ ഒരുക്കുന്നത്. പുതിയ ആളുകളാണ്. ഈ സിനിമയുടെ ഈ ഹൃദയപൂർവ്വം നേരത്തെ ഐശ്വര്യ ലക്ഷ്മിയാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്നുള്ളൊരു നായിക റോളിൽ വരുന്നത് എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ അത് മാറി ഇപ്പൊ മാളവികയാണ് ആ സിനിമയിലെ നായികയായിട്ട് എത്തുന്നത്. അതൊരു വലിയ കാര്യമാണ്. സത്യനന്ദിക്കാട് സിനിമയിൽ മാളവികയെ പോലുള്ള ഒരാൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ടാണ് മാളവിക അഭിനയിച്ചിട്ടുണ്ട് മുമ്പ്. ഓക്കെ, അപ്പൊ മോഹൻലാലിന്റെ കൂടെ ആദ്യമായിട്ടാണ് മാളവിക എത്തുന്നത് എന്നുള്ളൊരു പുതുമ കൂടിയുണ്ട്. മറ്റൊരു ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പുതുമ ഞാൻ നേരത്തെ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഈ സിനിമയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്ന സിങ് സൗണ്ട് ആണ് സാങ്കേതിക വിദ്യ. വലിയ കാര്യമാണ്. കാരണം മോഹൻലാല് എനിക്ക് തോന്നുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും ആദ്യമായിട്ടാണ് സിങ് സൗണ്ടിൽ മോഹൻലാൽ അഭിനയിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഡബ്ബിംഗ് ഉണ്ടാവില്ല, അഭിനയിക്കുമ്പോൾ ലൈവായിട്ട് തന്നെ സൗണ്ട് ക്യാപ്ചർ ചെയ്യും. അത്തരത്തിലുള്ളൊരു അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നടന്റെ ഏറ്റവും വലിയ സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ സിങ് സൗണ്ട് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. കാരണം പിന്നീട് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ആ ക്യാരക്ടറിലേക്കായിട്ട് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. അതില്ലാതെ തന്നെ ലൈവായിട്ട് തന്നെ ആ നിമിഷത്തെ അപ്പോൾ തന്നെ ക്യാപ്ചർ ചെയ്യാം ശബ്ദത്തോട് കൂടിയിട്ട് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഈ സിങ് സൗണ്ട്. അത് ആ ഒരു സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് റിപ്പോർട്ട് കേൾക്കുന്നത്. നേരത്തെ മമ്മൂട്ടിയൊക്കെ ഒരുപാട് സിനിമകളിൽ സിങ് സൗണ്ട് ആയിട്ടുള്ള ഒരുപാട് സിനിമകളിൽ ഇപ്പം കുട്ടിശ്രാങ്കല്ല, നമ്മളെ കുഞ്ഞനന്തന്റെ കട, റസൂൽ പൂക്കുട്ടിയായിരുന്നു അതിന്റെ സിങ് സൗണ്ട്. അതുപോലുള്ള ഒരുപാട് സിനിമകളിൽ, അതുപോലെ ശ്യാം പ്രസാദിന്റെ ചില സിനിമകളിലൊക്കെ സിങ് സൗണ്ട് സാങ്കേതിക വിദ്യയൊക്കെയാണ് ഉപയോഗിക്കാറ്. അപ്പൊ സത്യനന്ദിക്കാടിന്റെ ഈ സിനിമയിൽ ഈ ഒരു സാങ്കേതിക വിദ്യയാണ് വരുന്നത് എന്ന് പറയുന്നത് വളരെ പുതുമ ഉള്ളൊരു സംഗതിയാണ്. വളരെ മറ്റൊരു തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിങ് സൗണ്ട് ഉപയോഗിക്കുമ്പോൾ മൊത്തത്തിലെ ഒരു സിനിമയ്ക്ക് അതിൻ്റെ ഒരു ഔട്ട്ലുക്കിന് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മോഹൻലാലിൻ്റെ ഒരു അഭിനയ സാധ്യതയെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ട് ഈ സിങ് സൗണ്ട് സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. എന്തായാലും താടി പഠിച്ചത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നൊരു അല്ല, ഞാൻ അതിനെ എപ്പോഴും കാണുന്നത് ഈ ചില ആളുകൾ ഈ വാശിയോടുകൂടി വന്നിട്ട് കമൻ്റ് ഇടുന്ന ഒരു രീതി കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് മോഹൻലാൽ ഇനി താടി പഠിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ സമയത്തും വളരെ കൃത്യമായി നമുക്കറിയാമായിരുന്നു ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാം അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. പുള്ളി ഇപ്പം അത് ഒരു അലോപ്പത്തി ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അത് ഏത് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് അത് ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ചികിത്സിച്ച ഒരു ആയുർവേദ വൈദ്യർ അദ്ദേഹം പറഞ്ഞത് കൃത്യമായി 10 ദിവസമാണെങ്കിൽ 10 ദിവസം ആ സമയത്ത് പൂർണ്ണമായി ഒരു പഥ്യം പാലിച്ച് രോഗിയായി പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുന്ന ഒരു മോഹൻലാലിനെയാണ് കാണുക. അവിടെ നമുക്ക് സ്റ്റാർഡോ ഇല്ല. അവിടെ ആരെങ്കിലും വന്നാൽ കാണാൻ പോകുന്ന 100 തിരക്കുകൾ ഉണ്ടാവുന്ന ഫോൺ വിളിച്ച് അഭിനയിക്കുന്ന മോഹൻലാലിനെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എല്ലാ തരത്തിലും ആ കാര്യങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ മോഹൻലാലിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്കില്ല. എന്തായാലും ലാലേട്ടനെ ഇനി നമുക്ക് തരുൺമൂർത്തി സിനിമയിലൂടെ, സത്യനന്ദിക്കാട് സിനിമയിലൂടെ, വൃഷഭയിലൂടെ, ഈ പറയുന്ന എമ്പുരാനിലൂടെ, അങ്ങോട്ട് ഏറ്റവും അവസാനമായി സിനിമയിലൂടെ അവസാനമായി മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണന്റെ സിനിമയിലൂടെയൊക്കെ നമ്മൾ കൂടുതൽ കരുത്തരായി ഇവരെയൊക്കെ കാണാൻ വേണ്ടി കഴിയും. എന്തായാലും വലിയൊരു ലൈനപ്പാണ് മോഹൻലാലിന്റെ ഭാവി എന്ന് പറയുന്നത്. കാരണം അമൽ നീരദിന്റെ സിനിമയുണ്ട്, അൻവർ റഷീദിന്റെ സിനിമയുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് വലിയ സംവിധായകരോടൊപ്പം പുതിയ ആളുകൾക്കൊപ്പം മോഹൻലാൽ ചുവടുവെക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളൊരു ശുഭ വാർത്തയാണ് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതെന്തായാലും മോഹൻലാൽ ആരാധകർക്ക് വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും.